ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം എടവം മിഥുനം കർക്കിടകം. നമ്മുടെ മലയാളം കാലണ്ടറിൽ ലാസ്റ്റ് മാസമായി, ഓൾമോസ്റ്റ് എത്താറായി. ഒരു 1 വീക്കും കൂടിയേ ഉള്ളൂ. അതായത് ചിങ്ങം 1 ആവാറായി. അപ്പം നാട്ടില് കേരളത്തിലൊക്കെ ഒരുപാട് മഴയും ഒരുപാട് തണുപ്പുള്ള സമയമാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ. ഞാൻ വളർന്നതൊക്കെ ഡൽഹിയിലായിരുന്നു. അപ്പം അവിടെ കർക്കിടക മാസം ആവുന്ന സമയത്ത് അച്ഛനും അമ്മ ഇങ്ങനെ രാമായണമൊക്കെ വായിക്കാൻ തുടങ്ങും. എല്ലാ ദിവസവും കുറേശ്ശെ വായിക്കും. അപ്പം എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ മാത്രം ചെയ്യണേ. ഫസ്റ്റ് ഓഫ് ഓൾ ആ സമയത്ത് കർക്കിടകം എന്നാ തുടങ്ങണേ അങ്ങനത്തെ ഒരു ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് ഇതിനെ പറ്റി പഠിക്കുന്ന കാരണം കർക്കിടകം ശരിക്കും ഒരു ലാസ്റ്റ് മന്ത് എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് മാത്രമല്ല. നാട്ടില് കർക്കിടകം എന്ന് പറയുമ്പം ഒരു നെഗറ്റീവ് ഒരു ഫീലിംഗ് ആണ്. ബിക്കോസ് ഒരുപാട് മഴയും ഒരുപാട് തണുപ്പൊക്കെ ഉള്ള കാരണം ഒരുപാട് അസുഖങ്ങൾ വരും എന്ന് പറയും. പ്ലസ് ആദ്യ കാലത്തൊക്കെ കൃഷിയൊക്കെ ഈ ഒരു സമയത്ത് ഭയങ്കര ഡൗൺ ആയിരിക്കും മഴ വരുന്ന കാരണം. പക്ഷെ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വേറെ ജോലിയില്ല. അപ്പം ഈ ഒരു സമയത്ത് വേറെ ചെയ്യാനൊന്നും ഇല്ലാത്ത കാരണം, പ്ലസ് അസുഖങ്ങളും വരുന്ന കാരണം ഒരു കോൺസെപ്റ്റ് വന്നു. നമ്മള് സെൽഫ് ഹീലിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. അവിടെയാണ് ഈ ആയുർവേദയുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പാട്ട് വരുന്നത്. ഭയങ്കരമായിട്ട് മഴയും തണുപ്പുള്ള കാരണം നമുക്ക് കിട്ടുന്ന സൺലൈറ്റ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളും വരുന്നാണ് പറയുന്നത്. ജോയിന്റ് പെയിൻസ് ഉള്ള ആൾക്കാർക്കും ഒരുപാട് അർത്രൈറ്റിസും അങ്ങനത്തെ കാര്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ആയുർവേദയില് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പം ഒരു ഹീലിംഗ് പ്രോസസ് ഉണ്ട് അവരുടെ അടുത്ത്. അപ്പം ഇത് ആക്ച്വലി ഈ ആയുർവേദ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് ആയുർവേദ ഈ ഒരു സ്പെസിഫിക് സമയത്ത് ഭയങ്കര പോപ്പുലർ, ഭയങ്കര ഇൻ ഡിമാൻഡ്. ബിക്കോസ് നമ്മുടെ ബോഡി ഈസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് ചേഞ്ചസ്. അപ്പം സൺലൈറ്റ് കിട്ടാത്ത കാരണം നമ്മുടെ ബോഡിക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവും, മെറ്റബോളിസം കുറയും, നമ്മുടെ വിശപ്പ് കുറയും. അത് കാരണം നമ്മുടെ മൂഡ് ഭയങ്കര അഫക്റ്റഡ് ആയിരിക്കും. അപ്പം ആയുർവേദയിലുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ആ ഒരു സമയത്തെ മെറ്റബോളിസം, നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെ നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പറയും ഈ ഒരു മാസത്തിലാണ് കർക്കിടക ചികിത്സ. അതായത് നമ്മുടെ ഫുൾ ബോഡി ഒന്ന് റീസെറ്റ് ആവാനുള്ള ആയുർവേദത്തില് സ്പെസിഫിക്കലി ഈ ഒരു മാസം ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. കർക്കിടക കഞ്ഞി, ആയുർവേദിക് പഞ്ചകർമ്മം, പിന്നെ അഭ്യംഗം അതായത് ഓയിൽ മസാജസ്, പിന്നെ ഒരുപാട് കഷായങ്ങൾ. നമ്മുടെ ബോഡീനെ ഫുള്ളായിട്ട് ഉള്ളിൽ നിന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും ഒരു മാസം നമുക്കൊരു ലാസ്റ്റ് മന്ത് ഇല്ലെങ്കിൽ ഒരു കേഴ്സ്ഡ്, ഒരു വിഷമിച്ചിരിക്കാനുള്ള ഒരു മാസമല്ല. നമുക്ക് ഇറ്റ്സ് സോ നൈസ്. നമ്മുടെ കാലണ്ടറിൽ തന്നെ നമ്മുടെ ബോഡി ഹീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ച് തന്നിക്ക് ഒരു മാസം അല്ലെ. അപ്പം ന്യൂ ഇയർ അതായത് ചിങ്ങം 1 ആവണേക്കാളും മുന്നേ നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ഫിറ്റായി റീസെറ്റായി റെഡി ആവാം. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നാട്ടിലൊക്കെ ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ചെറുതായിരിക്കുന്ന സമയത്താണ് ആ ഒരു സമയത്ത് ഇപ്പം ഈ മഴക്കാലവും ഈ ലോ എനർജി സമയം വരുന്ന സമയത്ത് ആൾക്കാർക്ക് വേറെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പം സ്പെസിഫിക്കലി ഈ ഒരു സമയത്ത് സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടി മാറ്റിവെച്ചു. അതായത് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഹീൽ ചെയ്യണ സമയം നമ്മുടെ സോൾ, അതായത് നമ്മുടെ ആത്മാവും ഫുള്ളായിട്ട് ഹീലാവും. അതിനു വേണ്ടി ഒരു സ്പെസിഫിക് ഒരു രീതി, അതായത് രാമായണ മാസം എന്നും പറയും ഇതിന്. ഈ ഒരു സമയത്ത് വീട്ടുകളിൽ എല്ലാവരും അച്ഛനമ്മമാരെ സ്പെഷ്യലി ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പം വിളക്കൊക്കെ കൊളുത്തി രാമായണം വായിക്കും. സ്പെഷ്യലി അധ്യാത്മ രാമായണം, കിളിപ്പാട്ട്, അതാന്ന് തോന്നുന്നു. അതെനിക്ക് ഓർമ്മ. ആ ഒരു സമയത്ത് വൈകുന്നേരം നേരത്ത് അച്ഛനിങ്ങനെ രാമായണം വായിക്കുന്ന സമയത്ത് ഞാനും അപ്പൊക്കെ സ്കൂളിൽ പോയി എന്താ പറയുക TV ഒക്കെ കാണുന്ന സമയമായിരിക്കും കേട്ടോ. അപ്പൊ അച്ഛൻ അതൊക്കെ ഓഫ് ചെയ്യാൻ പറയും. ഇപ്പൊ ഞങ്ങളിങ്ങനെ കിടക്കുവാണെങ്കിൽ അച്ഛൻ പറയും ഈ സമയത്ത് കിടക്കാൻ പാടില്ല, കേൾക്കണം. അതൊക്കെ പറയുമ്പം എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊരു സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അതൊക്കെ പറയുമ്പം ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
പിന്നെ ഈ രാമായണം തന്നെ വായിക്കാനുള്ള റീസൺ, ശരിക്കും രാമായണത്തിലും ഒരുപാട് സ്ട്രഗിൾ ആണ് കാണിക്കുന്നത്. ഒരു സ്ട്രഗിൾ ഉള്ള സമയത്തും ധർമ്മം അതെങ്ങനെയാണ് വിജയിക്കുന്നത് അതാണ് കാണിക്കുന്നത്. അങ്ങനെ തന്നെ ആ ഒരു കർക്കിടക മാസം, ആ ഒരു മോൺസൂൺ സീസണിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്തെങ്കിലും നമുക്ക് ഹ്യൂമൻസിന് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു ഫോഴ്സ് വേണം. ആ ഒരു ഫോഴ്സ് ആയിട്ടാണ് ഇപ്പം രാമായണം വരുന്നത്. ശരിക്കും പറയുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മാസം ഭയങ്കര അത്യാവശ്യമാണ്. ബിക്കോസ് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ ഒട്ടും സമയം കിട്ടില്ല അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്പെസിഫിക് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്തു പോകും. അപ്പം അതുകൊണ്ട് തന്നെയാ ഈ ഒരു സമയത്ത് ആയുർവേദിക് ട്രീറ്റ്മെന്റ്സിന് ഭയങ്കര ഡിമാൻഡാണ്. ഇൻ ടേംസ് ഓഫ് നമ്മളെ അത് ഫുൾ ആയിട്ട് ഹീൽ ആക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് ഒരുപാട് ഫാമിലീസ് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് വന്ന് മെഡിറ്റേറ്റ് ചെയ്യും. അതൊക്കെ ഇറ്റ് ഡസന്റ് ഹാപ്പൻ നാച്ചുറലി. ഇപ്പം ചിങ്ങം ഒന്ന് ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ഹാപ്പനിങ് സമയത്തിനെക്കാട്ടും മുന്നേ ഒന്നൊന്ന് സ്ലോ ആയി നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. പക്ഷെ എനിക്ക് തോന്നേ എവിടെയോ ഈ മോഡേൺ ലൈഫിൽ നമ്മൾ ഇത് മറന്നുപോയി. ബിക്കോസ് സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് നമ്മുടെ അടുത്ത് സമയമില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ആരുടെ അടുത്ത് സമയമില്ല. പക്ഷെ ഐ റിയലി തിങ്ക് ഈ ഒരു കർക്കിടക മാസം അല്ലെങ്കിൽ ഒരു കർക്കിടകം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് 12 മാസത്തിലൊരു മാസമാക്കാണ്ട് വി ഷുഡ് മേ ബി ഒരു വീക്ക്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആക്കണം. അപ്പം നമുക്ക് ശരിക്കൊരു ഇത്രയും മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കർക്കിടകത്തിൽ നമ്മൾ ഈ ചികിത്സ ചെയ്യും, അല്ലെങ്കിൽ കർക്കിടകത്തിൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും, ഹീൽ ചെയ്യും എന്നൊക്കെ വിചാരിക്കാണ്ട് നമുക്ക് കുറച്ചുകൂടി വേഗം നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഫിക്സ് ചെയ്യാൻ പറ്റണം അല്ലെ. ബിക്കോസ് ഇപ്പൊ നമ്മൾ കർക്കിടക ഈ മാസം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം, റൈറ്റ്. ഓൾസോ നാട്ടില് മാത്രല്ല, ഇതിപ്പം നോർത്തിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ കർക്കിടക മാസം എന്ന് പറയുമ്പം അവർക്ക് വേറെ വേറെ ഒരു ഓരോ മാസങ്ങളുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലും ഉണ്ട്. അപ്പം അവര് വായിക്കുന്ന ബുക്സും വേറെ ആയിരിക്കും, അവര് ചെയ്യുന്ന രീതികളൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷെ സ്പെസിഫിക്കലി കേരളത്തില് ഇതൊരു കർക്കിടക ചികിത്സ ഇല്ലെങ്കിൽ രാമായണ മാസമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ പ്രാവശ്യം ഞാനും കർക്കിടകം നന്നായിട്ട് മനസ്സിലാക്കാനുള്ള പ്ലാനാണ്. എന്തൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്, ഇപ്പൊ ആയുർവേദ ആണെങ്കിലും രാമായണ മാസം ആണെങ്കിലും. ബിക്കോസ് ഇതൊരു ഭയങ്കര ഒരു പ്രഷ്യസ് ടൈമാണ്. നമുക്ക് പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ സീരീസ് പോലെ നമുക്ക് ചെയ്യാം. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. കർക്കിടകം തുടങ്ങണേക്കാട്ടും മുന്നേ ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പ്ലസ് ഞാനും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ കർക്കിടക മാസം ഒരു നെഗറ്റീവ് ഫോഴ്സ് ആയിട്ട് കാണാണ്ട് ഒരു പോസിറ്റീവ്, ഒരു ഹീലിംഗ് പ്രോസസ് ആയിട്ട് നമുക്ക് കാണാം. ആൻഡ് അപ്പം ഇന്നിപ്പം ജൂലൈ 7th, എനിക്ക് തോന്നുന്നത് ജൂലൈ 17th ആണ് ശരിക്കും കർക്കിടകം സ്റ്റാർട്ട് ആവുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ നമുക്ക് പ്രിപ്പയർ ആവാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.